വേറെ വീട്ടിൽ ഒരു കാര്യങ്ങളും നോക്കണ്ട. അവിടെ ഒരു പുരുഷനും പങ്കാളിയായെന്നുള്ള കാര്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ ഉണ്ടെങ്കിലല്ലേ ഒരു കുട്ടിയുള്ളൂ. സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്തുകൊണ്ട് സ്ത്രീകൾ നല്ലൊരു പൊസിഷനിൽ അല്ലെങ്കിൽ നല്ലൊരു ജോലി സ്ത്രീകൾക്ക് കിട്ടുന്നില്ല? ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീകളെ. പരിഗണന കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പോകുന്നത് ശരിയാണോ? നമസ്കാരം. VMTV ന്യൂസിന്റെ തത്സമയ ചർച്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എക്കാലത്തെയും ഒരു സംശയാസ്പദമായ ഒരു വിഷയമാണ് സ്ത്രീയാണോ പുരുഷനാണോ സമൂഹത്തിൽ മികച്ചത് എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ചർച്ചയിൽ എത്തിയിരിക്കുന്നത് സമകാലിക വിഷയങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ശ്രീമാൻ ഹർഷകുമാറും നമസ്കാരം ശ്രീ പൊയ്കമുക്കുമാണ്. നമസ്കാരം. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് ഹർഷകുമാർ, സ്ത്രീകൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നത് അനുശ്രീ പൊയ്കമുക്ക്. നമ്മുടെ ചോദ്യം, പുരുഷന്മാർക്ക് ഒരു സംഘടന എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത്. അപ്പോൾ സാർ, ശരിക്കും പുരുഷന്മാരുടെ ഒരു സംഘടനയുടെ ആവശ്യമുണ്ടോ? സ്ത്രീകൾക്ക് നമ്മുടെ കേരളത്തിൽ സംഘടന ഇല്ലേ? അപ്പൊ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് സംഘടന ആയിക്കൂടാ? സംഘടന വേണം. ശക്തമായി ഞാൻ പറയാം, സംഘടന പുരുഷന്മാർക്ക് വേണം. കാരണം പുരുഷന്മാരെ പല മേഖലകളിലും അവഗണിക്കുന്ന ഒരു നിലയാണ് ഇന്ന് ഇവിടെ സ്ത്രീകൾ നടത്തുന്നത്. അതുകൊണ്ട് പുരുഷന്മാർക്ക് കറക്റ്റായിട്ടൊരു സംഘടന വേണം. അതിന് ശക്തമായി ഞാൻ വാദിക്കുകയാണ്. മാഡം, ശരിക്കും പുരുഷന്മാർക്ക് ഒരു സംഘടനയുടെ ആവശ്യകതയുണ്ടോ? അപ്പോൾ ഈ പുരുഷന്മാർക്ക് ഒരു സംഘടനയും കൂടി ഇനി ഉണ്ടാക്കി കൊടുത്താൽ സ്ത്രീകളുടെ അവസ്ഥ എന്താകും? ഇങ്ങനെ ഒരു പുരുഷ സംഘടനയുടെ ആവശ്യം ഇല്ല എന്നാണ് 100% ഞാൻ പറയുന്നത്. കാരണം ഒരു സ്ത്രീയുടെ മുന്നിൽ എപ്പോഴും ഒരു പുരുഷനുണ്ട്. അതെന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? അങ്ങനെ പറയുകയാണെങ്കിൽ പുരുഷന്മാരുടെ എല്ലാ വിജയത്തിനും പിന്നിലും ഒരു സ്ത്രീയാണ് ഉണ്ടാകുന്നത്. ഉണ്ട്, എന്നാലും നമുക്ക് പുരുഷ സംഘടന വേണം. ഇവിടെ എന്തിനായി വേണം? ഈ പുരുഷ സംഘടന വെച്ചിട്ട് ഇനിയുള്ള സ്ത്രീകളെ മുഴുവനും കൊല്ലാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അല്ല, എല്ലാ പുരുഷന്മാരെയും നിങ്ങൾ അവഹേളിക്കുന്ന രീതിയിലുള്ള സംസാരം നല്ലതല്ല. അതന്നെ എനിക്ക് തിരിച്ചു പറയാനുള്ളത്. നിങ്ങൾ ഒരു അമ്മയുടെ വയറ്റിൽ നിന്നാണ് വന്നത്, അതൊരു സ്ത്രീയാണെന്നുള്ള ഒരു ബോധം വേണം. അവിടെ ഒരു പുരുഷനും പങ്കാളിയായെന്നുള്ള കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് വന്നു, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നതാര്? ഭാര്യ അല്ലെങ്കിൽ അമ്മ, അതും സ്ത്രീയാണ്. നിങ്ങൾക്ക് തുണി അലക്കി തന്നതാര്? അതും ഭാര്യ അല്ലെങ്കിൽ അമ്മ. ചിലപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടായിരിക്കാം, എങ്കിലും അത് ഉണക്കി തേച്ച് തന്നതാര്? അമ്മ അല്ലെങ്കിൽ സ്ത്രീ. എല്ലാ കാര്യത്തിനും ഒരു സ്ത്രീക്കാണ് പങ്കാളിത്തം. പുരുഷന്മാര് വീട്ടുജോലി ചെയ്യുന്നതില്ലേ? പല കുടുംബങ്ങളിലും സ്ത്രീകൾ ഉദ്യോഗത്തിൽ പോകുമ്പോൾ പുരുഷന്മാർ വീട്ടിൽ ജോലി ചെയ്യുന്നില്ലേ? ആ ഒരു കണക്ക് മേഡം ഇവിടെ പറയുന്നത് ശരിയല്ല. എങ്കിലും ഒരു 95% സ്ത്രീകൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം കാര്യങ്ങളും ഉള്ളത്. പുരുഷന്മാർക്ക് പ്രസവിക്കണ്ട, കുഞ്ഞുങ്ങളെ നോക്കണ്ട, വേറെ വീട്ടിൽ ഒരു കാര്യങ്ങളും നോക്കണ്ട. എന്താണ് സാധാരണ ഒരു പെണ്ണിനെ കെട്ടുക, ഒരു കുട്ടി ഉണ്ടാക്കുക, അതിനുശേഷം അവളെ ഉപേക്ഷിക്കുക. ഇന്ന് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇതാണ് നടന്നു വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഞണ്ണാനുള്ളത് ഞങ്ങൾ പുരുഷന്മാർ കൊണ്ടു തരണ്ടേ? ഇപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും നല്ല വിദ്യാഭ്യാസം ഉള്ളതാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് പുരുഷന്മാർക്ക് സ്വൈര്യമായി ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്കൊരു സംഘടന അനിവാര്യമാണ്. അതെന്താ സാർ, സ്ത്രീകൾ സ്വൈര്യത തരുന്നില്ല എന്നാണോ അതിന്റെ ഒരു സാരാംശം? മേഡം അങ്ങനെയല്ല. സ്ത്രീകൾ സ്വൈര്യം തരാത്ത വീടുകളുമുണ്ട്. ഇപ്പോൾ തന്നെ ഒരു സ്ത്രീകളിൽ നമ്മൾ നെയ്യാറ്റിൻകര, മേഡത്തിന്റെ പേര് ഞാൻ മറന്നു എന്ന് പറയൂ. നെയ്യാറ്റിൻകര ഇപ്പം ശിക്ഷ വിധിച്ച ഗ്രീഷ്മ എന്താണ് ചെയ്തത്? ആ പുരുഷനെ ഉന്മൂലന നാശം ചെയ്തോ? കൂടെ നടന്നിട്ട് ചെയ്തോ? കാര്യമുണ്ട്. എന്താണെന്നറിയാം, ആ പുരുഷൻ, ആ രേഷ്മ എന്ന് പറയുന്ന കുട്ടിയെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്, ആ പുരുഷൻ ഗ്രീഷ്മ എന്ന് പേരുള്ള ആ കുട്ടിയുമായിട്ടൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഉണ്ടായിരുന്നത്. കാര്യം ആ കുട്ടിയെ അങ്ങേയറ്റം ഉപയോഗിച്ച ശേഷം ആ വീഡിയോസ് ഒക്കെ എടുത്ത് അത് ഞാൻ പുറത്ത് വിടും, ഇനിയും മറ്റൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ വന്നപ്പോൾ ഈ കുട്ടി സ്വയം മറ്റൊരു ജീവിതത്തിലേക്ക്, എനിക്ക് നല്ലൊരു ലൈഫ് വേണമെന്ന് സ്വയം ചിന്തിച്ച് മറ്റൊരു ലൈഫിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഇവൻ ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യൻ അത് കടിഞ്ഞാണിട്ടു. അതാണ് സംഭവം. അതുകൊണ്ട് നിങ്ങൾ സ്ത്രീ സമൂഹത്തിലുള്ളവർ ആ കുട്ടിയെ കൊല്ലണമെന്നുണ്ടോ? അല്ലെങ്കിൽ ആ പുരുഷനെ കൊല്ലണമെന്നുണ്ടോ? അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? അതിനാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നടപടി ഉണ്ടാക്കിയത്. 100% ശരിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരുപാട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നടന്ന സംഭവങ്ങളാണ്. പെൺകുട്ടികൾ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു. മാത്രമല്ല പുരുഷന്മാർ കാരണം എത്രയോ സ്ത്രീകൾ ഇപ്പോൾ സെപ്റ്റി ടാങ്കിനകത്ത് ഓരോന്ന് ചത്ത് കിടന്നു. അതുപോലെ സ്വയം പാമ്പ് കടിപ്പിച്ച് കൊന്നു. അപ്പൊ ഇവർക്കൊന്നും ആരും ശിക്ഷ കൊടുക്കാത്തത് എന്ത്? അതെന്താ എല്ലാരും അതൊക്കെ ചില പുരുഷന്മാർ അങ്ങനെ ചെയ്ത് കാണും.
എല്ലാ പുരുഷന്മാരെ ആ കണ്ണിൽ കാണരുത്. എങ്കിൽ- ചില പുരുഷന്മാർ അങ്ങനെ കാണിച്ചു കാണും. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് പുരുഷ സംഘടന എന്നുള്ള സങ്കല്പം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പുരുഷ സംഘടന എന്ന സങ്കല്പം നമ്മുടെ കേരളത്തിൽ നടക്കണം. അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര എതിരെ? കേരളത്തിലെ 95% സ്ത്രീകളും ഇപ്പൊ മരിക്കുന്നതിന്റെ പ്രധാന കാരണം ഏതെങ്കിലും ഒരു പുരുഷൻ അതിന് മുന്നിൽ കാണും. അപ്പൊ ഈ പുരുഷന്മാർക്ക് ഒരു സംഘടനയും കൂടി ചേർത്ത് കൊടുത്താൽ അവർക്ക് അതിനുള്ള ശക്തി. നിങ്ങൾ കേൾക്കോ, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് സംഘടന ഉണ്ടോ ഇല്ലോ? നിങ്ങൾ സ്ത്രീകൾ എത്ര പേര് പുരുഷന്മാരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു? ഞങ്ങൾ സ്ത്രീകളെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രം നിയമം നമ്മുടെ ഇന്ത്യയിൽ വന്നാൽ മതിയോ? താങ്കൾ പറയൂ, ഏത് സ്ത്രീകളെ ഏത് പുരുഷനെ ഇല്ലാതാക്കിയത്? നിരവധി കഥകളുണ്ട്, നിരവധി കഥകൾ. അതുപോലെ കാരണം മരണപ്പെട്ട ഒരുപാട് സ്ത്രീകൾ ഇന്ന് കേരളത്തിലുണ്ട്. എന്തായാലും ഞങ്ങളെ പുരുഷ സംഘടന ഇവിടെ സജീവമായി തന്നെ മുന്നോട്ട് പോകും. സ്ത്രീകളായ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് നിയമം പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് മാത്രം നിയമം ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാർ ഇവിടെ ജീവിക്കുന്നവരല്ലേ? അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പിന്നിൽ പുരുഷനില്ലേ? ഒരു മക്കളെ നിങ്ങൾ വളർത്തിയ കഥ നേരത്തെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ ഉണ്ടെങ്കിലല്ലേ ഒരു കുട്ടിയുള്ളൂ. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. കാര്യം ഇപ്പോൾ ഡിഗ്രിയും PG ഒന്നും എടുക്കാത്ത ഒരു പെൺപിള്ളേരും നമ്മുടെ കേരളത്തിലില്ല. പക്ഷെ അത് സംബന്ധിച്ച് പുരുഷന്മാർ ഒന്നും പഠിക്കത്തില്ല. ഒരു പ്രായമാകുമ്പോഴേ അവനവന്റെ കാര്യം നോക്കി പോകും. അല്ലെങ്കിൽ പെൺപിള്ളേർ ബാക്കിൽ നിന്നൊക്കെ നടന്ന് ആ ഒരു പഠിത്തം അങ്ങനെ പറയില്ല. ബാക്കിൽ നടക്കുന്ന കാര്യം നിങ്ങൾ പറയില്ല. ഓരോരുത്തരുടെ ബാധ്യത കൊണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അവരുടെ കുടുംബ ചുറ്റുപാട് കൊണ്ടായിരിക്കാൻ അവർ പഠിക്കാൻ പോകാത്തത്. കോളേജുകളിൽ ഫുള്ള് സീറ്റ് സ്ത്രീകളാണ് പഠിക്കുന്നത്. അതേപോലെ പുരുഷന്മാരെ അയക്കുന്ന രീതി ശരിയല്ല. മാഡം ഇത് പറഞ്ഞു വിലക്കണം. മാഡം ഇത് പറയുന്ന ഇത് പുരുഷന്മാരെ കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്തുകൊണ്ട് സ്ത്രീകൾ നല്ലൊരു പൊസിഷനിൽ അല്ലെങ്കിൽ നല്ലൊരു ജോലി സ്ത്രീകൾക്ക് കിട്ടുന്നില്ല? രാഷ്ട്രപതിയായിരിക്കുന്നത് സ്ത്രീയാണ്, വീട്ടിനകത്ത് അതേപോലെ പല മേഖലകളിൽ ഇരിക്കുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് അത് വേണം പറയരുത്. ഞങ്ങൾക്ക് ശക്തമായി പറയുവാനുള്ള ഒരു പുരുഷ സംഘടന നമ്മുടെ കേരളത്തിൽ നിലവിൽ വരണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ വരണം. സ്ത്രീകൾക്ക് മാത്രം നിയമം പുരുഷന്മാരെ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറണം. അത് തിരിച്ചാണ് മിസ്റ്റർ വരുന്നത്. കാര്യം സ്ത്രീകളെ വിദ്യാഭ്യാസം ഉണ്ടായെങ്കിലും അടുക്കളയിൽ ജീവിച്ച് സത്യം പറഞ്ഞ സെക്സിന് വേണ്ടി മാത്രം ആണുങ്ങൾ ഇപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീകളെ. നിങ്ങൾ സ്ത്രീകൾ പറയുന്നേക്ക് ഒരു ഭർത്താവ് നിലവിൽ ഉണ്ടായിരുന്നിട്ട് പോലും മറ്റൊരു പുരുഷനെ ആശ്രയിച്ചു പോകുന്ന ശാന്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. കാര്യം സ്വന്തം ഭർത്താവിൽ നിന്ന് സ്നേഹവും പരിഗണനയും കിട്ടാതെ ആകുമ്പോഴാണ് അത് മോശം. പരിഗണന കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പോകുന്നത് ശരിയാണോ? അവിടെ കുട്ടികൾ ബലിയാടാവുകയല്ലേ? അവിടെ ബലിയാടാവുകയല്ലേ കുട്ടികൾ? അപ്പൊ ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് പുരുഷ സംഘടന എന്നൊരു സങ്കല്പം നമ്മുടെ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പറയുന്നത്. പുരുഷ സംഘടന നമ്മുടെ കേരളത്തിൽ ഉണ്ടായ സ്ത്രീകൾ മൊത്തത്തിൽ അടിമപ്പണിയായി പോകും. ഇല്ല മാഡം, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യുന്ന രീതികൾ കുറെ വശങ്ങൾ, കുറെ ആൾക്കാർ നല്ലവരാണ്, കുറെ ആൾക്കാർ ചീത്ത സ്ത്രീകളായിട്ടാണ് വരുന്നത്. അവിടെ കുട്ടികളെയും ഭർത്താവിനെയും കളഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അതിന്റെ മുന്നിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പുരുഷന്റെ കൂടെ പോകുന്നത്. നിങ്ങൾക്ക് അവിടെ നിയമം നിങ്ങൾക്ക് അനുശാസിക്കുന്ന നടപടി ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. സ്ത്രീകൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൽ 90% പുരുഷന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അവർക്ക് സ്നേഹവും പരിഗണനയും കിട്ടുന്നില്ല. ചെലവിന് വരത്തില്ല, കുട്ടികളെ നോക്കത്തില്ല. അങ്ങനെ ഒരു ഗതി വരുമ്പോഴത്തേക്കും ഒരു ജോലി ഇല്ലാത്ത ഒരു പെൺകുട്ടി എന്ത് ചെയ്യും? അപ്പോൾ വാഗ്ദാനം നൽകുന്ന ആണിന്റെ കൂടെ, സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാണിന്റെ കൂടെ, അല്ലെങ്കിൽ ഇന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അവൾ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നു. അങ്ങനെ ആ പുരുഷൻ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് മുന്നോട്ട് പോണം. കണ്ട് ഈ ഭർത്താക്കന്മാർ എന്താ ചെയ്യുന്നത്? കെട്ടിക്കൊണ്ടൊന്ന് വീട്ടിനകത്ത് ഇട്ട് കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ വഴിക്കൊക്കെ പോകുന്നു. പിന്നെ വേറെ ഒന്നിലും ഒരു ചിന്തയും ഇല്ല. അപ്പൊ ആ ഒരു രീതി മാറിയാലേ പറ്റൂ. സംഘടനയ്ക്ക് കൂട്ടുന്നില്ല. പുരുഷന്മാരെ അവിടെ ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത്. ആ കുട്ടികളെ അവിടെ കളഞ്ഞതിന് ശേഷമാണ് ഈ സ്ത്രീകൾ മറ്റൊരു പുരുഷന്റെ കൂടെ പോകുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് വരെ അറയ്ക്കുന്നു. അതേ രീതിയിൽ സ്ത്രീകൾക്ക് വേണ്ടി നിയമം ഉൾക്കൊണ്ടുകൊണ്ട് വന്നിരിക്കുകയാണ് പുരുഷന്മാർക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ പുരുഷന്മാർ പറയുന്നത് ഞങ്ങൾക്കൊരു സംഘടന ഇവിടെ വേണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുരുഷന്മാർക്കൊരു സംഘടന വേണം. നിങ്ങളെ സ്ത്രീകളെ നിലനിർത്തുന്നതിന് വേണ്ടി പുരുഷന്മാർക്ക് ഒരു സംഘടന വേണം. അങ്ങനെ ഒരു സംഘടന ഒരിക്കലും ഉണ്ടാക്കാൻ ഞാൻ സ്ത്രീകൾക്ക് മാത്രം മതിയോ? കാര്യം ഒരു സ്ത്രീ, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രം ഒരു പുരുഷ ഇപ്പോ 2 ബട്ടൺസ് ഇടാതെയോ അല്ലെങ്കിൽ മറ്റേ നിക്കർ ഇട്ടുകൊണ്ട് നടക്കുകയോ ചെയ്താൽ
അവർക്ക് ഒരു ബോഡി ഷേമിങ് ഒന്നുമില്ല. സാധാരണ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഡ്രസ്സ് കിട്ടി അപ്പോൾ ഈ ആണുങ്ങൾ അങ്ങ് തുടങ്ങും. അതെന്തിനാ നിങ്ങൾ ആ കാര്യം പറയണ്ട. ഇപ്പൊ തന്നെ ചാരിറ്റി പ്രവർത്തന രംഗത്ത് മികവ് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നമുക്കുള്ള ഒരു പ്രധാനിയാണ് നമ്മളെ ബോച്ചെ. ബോച്ചയ്ക്കെതിരെ ഞാൻ സ്ത്രീത്വത്തിനെ മൊത്തം അപമാനിക്കുന്ന രീതിയായിപ്പോ. ആ രീതിയിൽ വേഷം കെട്ടിക്കൊണ്ട് ഈ ബോച്ചയിൽ നിന്ന് തന്നെ പണം കൈപ്പറ്റിയതിനു ശേഷം അവർക്കെതിരെ നടപടിക്ക് പോയ നിങ്ങൾ സ്ത്രീകളാണ്. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് നിങ്ങളുടെ ഇടയിൽ. നിങ്ങളെ സ്ത്രീ സമൂഹത്തിലുള്ള ഒരു വ്യക്തി, പേര് ഞാനിവിടെ എടുത്ത് പറയുന്നില്ല, കാരണം വേഷത്തിന്റെ പുറമെ മറ്റെന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി അതിന്റെ പിറകിൽ നടക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെ വെച്ച് കെട്ടി നടക്കുന്ന അത് നിങ്ങളുടെ സ്ത്രീ സമൂഹമാണ്. പോകേണ്ട ആവശ്യമുണ്ടോ? എന്തിനു പോയി? അങ്ങനെ വെച്ച് കെട്ടിയതാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ അയാൾ എന്തിനു പോയി? ഇതൊരു വെച്ച് കെട്ടൽ അല്ല, അത് ആ ഒരു സ്ത്രീ ആ നിൽക്കുന്ന ആ ഒരു ലെവലിൽ അവർക്കുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്യാമെന്നുള്ള ചിന്ത, അല്ലാതെ അവർക്ക് വേറൊരു ദോഷത്തിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിക്കോ അങ്ങനെ പോയതല്ല. ഈ ബോച്ച എന്ന് വീഡിയോസ് കണ്ടു നോക്കിയാൽ തന്നെ നമുക്ക് പ്രേക്ഷകരെ മനസ്സിലാവും. അയാൾ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കാനുള്ള അയാളുടെ വായിൽ നിന്ന് നിങ്ങളവിടുത്തെ സിനിമകൾ മോഹൻലാൽ പറയുന്നില്ലേ, മമ്മൂട്ടി പറയുന്നില്ലേ, സുരേഷ് ഗോപി പറയുന്നില്ലേ, മമ്മൂട്ടിയൊന്നും ആ രീതിക്ക് ഇതേപോലെയുള്ള സിനിമകളിൽ പലരും പറയുന്നില്ലേ, സ്ത്രീ കഥാപാത്രങ്ങൾ പലരും പറയുന്നുണ്ടല്ലോ. അവിടെ എന്തുകൊണ്ട് നിങ്ങൾ കേസെടുക്കുന്നില്ല? ഇപ്പൊ തന്നെ ഒരു ചീത്ത വാക്കുകൾ മാത്രം ഉപയോഗിച്ച ഒരു ഫിലിം തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിനൊന്നും ഒരു നടപടി നിങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തായി പുരുഷ സംഘടന വരുന്നതിന് നിങ്ങൾ എത്ര എതിർക്കുന്നത്? പുരുഷ സംഘടന വന്നാ പിന്നെ ഇനി പറയാൻ വല്ലതുണ്ടോ? ഇല്ല, ഇങ്ങനെയുള്ള ഇത് ഒരു കാര്യം നിങ്ങൾ പറയണ്ട. നിങ്ങൾ പുരുഷന്മാർ 100% പെർഫെക്റ്റ് ആണ്, 90% സമൂഹത്തിൽ സ്ത്രീകൾ ഇപ്പോൾ എന്തുവാ ബന്ധപ്പെട്ട് ജോലിക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. അവരെ നമ്മൾ കോൾ ഗേൾസ് എന്ന് വിളിക്കാറുണ്ട്. ആ ഒരു വിളിപ്പേര് കൊടുത്തത് തന്നെ ഈ പുരുഷന്മാരാണ്. ചോദിക്കട്ടെ, പുരുഷന്മാർ അങ്ങനെ പോകുന്ന സ്ത്രീകൾ മാത്രം ഉണ്ടായാൽ ഗോൾ ഗേൾ എന്നുള്ളൊരു വാക്ക് അവിടെ ഉണ്ടോ? അവിടെ ഒരു പുരുഷൻ ആ സ്ഥാനത്ത് ചെന്നെങ്കിൽ മാത്രമേ വരൂ. അങ്ങനെ പോകുന്ന പുരുഷൻ ഇവിടെ ഒരു പരിഗണന വേണ്ടേ? ഒരു പേരുണ്ടാക്കി കൊടുത്തതിന് ഈ പുരുഷവർഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു പേരുണ്ടാക്കിയിട്ട് മതി പുരുഷ സംഘടന. അല്ലല്ല, അങ്ങനെ പോകുന്നത് കൊണ്ടാണല്ലോ അവിടെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു സംഗതി ഉണ്ടാകുന്നത്. ആ സംഗതിക്ക് ഒരു പുരുഷൻ അവിടെ വേണ്ടേ? ആ പുരുഷൻ ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു പുരുഷ സംഘടന ഇവിടെ ഉണ്ടാകണം. അവർക്ക് നീതി ഉറപ്പാക്കണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്തായാലും ഞങ്ങൾ പുരുഷ സംഘടനയുമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളെ കണക്കുള്ള സ്ത്രീകളാണ് ഇതിന് ഏറ്റവും തടസ്സക്കാർ. ഇവിടെ ചാനൽ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി മേലാൽ ഞങ്ങളെ വിളിക്കരുത്. ഇല്ല, ഇവരെ കണക്ക് വിവരമില്ലാത്തവരെ വിളിച്ചുള്ള ചാനൽ ചർച്ച ഒരിക്കലും നടക്കില്ല. ഇതേപോലെ എന്തായാലും മാഡം സമാധാനപരമായിട്ട് ചർച്ച അവസാനിപ്പിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാനല്ല, ഇവിടെ സ്ത്രീ പുരുഷൻ നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ. ഞാൻ എന്തായാലും എല്ലാ പുരുഷന്മാർക്കും കേരളത്തിലുള്ള എല്ലാ പുരുഷന്മാർക്കും വേണ്ടി പോകുന്നു. ശക്തമായ ഒരു പുരുഷ സംഘടന നിയമത്തിന് മുന്നിൽ സ്ത്രീകളെക്കാളും പുരുഷന്മാരായ ഞങ്ങൾ മുന്നിൽ പോകും. എന്തായാലും ഈ സ്ത്രീയുമായിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ മാന്യ പ്രശ്നം പറയുന്നു. ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ശരി മാഡം, വിളിക്കരുത് കേട്ടോ. ക്ഷമിക്കണം, രണ്ടുപേരും രണ്ട് വശത്തേക്ക് പോയി. ഇനി ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്ക് വീണ്ടും ഒരു ചർച്ചയുമായി